ഹായ് എവരിവൺ, LBS സെറ്റ് പരീക്ഷയുടെ റെക്ടിഫൈഡ് ആൻസർ കീ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് LBSന്റെ സൈറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ചുരുക്കം ചില ചോദ്യങ്ങളിൽ മാത്രമാണ് വ്യത്യാസം വന്നിട്ടുള്ളത്. ഓരോ വിഷയങ്ങളിലും ഏതൊക്കെ ചോദ്യങ്ങൾ ഡിലീറ്റ് ആയിപ്പോയി അല്ലെങ്കിൽ ഓപ്ഷനുകളിൽ മാറ്റം ഉണ്ടെന്നുള്ളത് LBS വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് കാണാം. എങ്ങനെയാണ് ഈ മാർക്ക് കാൽക്കുലേഷൻ വരുന്നത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ എന്നുള്ള കാര്യം കൂടി ഈ വീഡിയോയിൽ പറയാം. വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. അതിനുശേഷം നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലോ ആദ്യ കമന്റിലോ ഉള്ള ലിങ്ക് ഫോളോ ചെയ്ത് എഡിറ്റഡ് ആയിട്ടുള്ള അല്ലെ കറക്റ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളുടെ ഓപ്ഷൻസിൽ എന്ത് ചേഞ്ച് വന്നു എന്ന് കാണാം. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ പേപ്പറിൽ ഒരു മാർക്ക് നമുക്ക് മിസ്സായി പോവുകയാണെങ്കിൽ ഒരു മാർക്കിനുള്ള ചോദ്യമാണ് ഡിലീറ്റ് ചെയ്യുന്നതെങ്കിൽ ബാക്കി ചോദ്യങ്ങൾ നമുക്കുള്ളത് 119 മാർക്കിനായിരിക്കും. അങ്ങനെ 119 മാർക്കിന്റെ 40% ആയിരിക്കും പിന്നീട് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് ഓർക്കുക. സാധാരണഗതിയിൽ നമ്മുടെ കട്ട് ഓഫ് 120 ആണെങ്കിൽ ജനറൽ കാറ്റഗറിയുടെ കട്ട് ഓഫ് ആണ്. ഇൻഡിവിജ്വൽ സബ്ജക്റ്റിന് 40% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യുമ്പോഴേക്ക് 48 ചോദ്യങ്ങൾ ഓരോ പേപ്പറിനും ശരിയാക്കേണ്ടതായിട്ട് വരും. എന്നാൽ ഒരു ചോദ്യം ഡിലീറ്റ് ആയി പോവുകയാണെങ്കിൽ കട്ട് ഓഫിന്റെ ആ പെർസെൻറ്റേജ് അല്ലെങ്കിൽ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ആ ചോദ്യം കുറച്ചിട്ട് ഉള്ള പെർസെൻറ്റേജ് ആയിരിക്കും എടുക്കുന്നത്. ഇനി രണ്ട് പേപ്പറിനും കൂടി 48% വേണം ജനറൽ പേപ്പറിന് എന്നാണ് നമ്മുടെ LBSന്റെ റൂള്. നോർമൽ കേസിൽ അത് 240 × 48/100 ആയിരിക്കും. 116 ചോദ്യങ്ങൾ നമുക്ക് ശരിയാവണം. എന്നാൽ 3 ചോദ്യങ്ങൾ നിങ്ങളുടെ പേപ്പർ 1ന്റെയും പേപ്പർ 2ന്റെയും കൂടി ഡിലീറ്റ് ആയി പോയി എന്ന് കരുതുക. അപ്പോൾ 237 × 48/100 ചെയ്തിട്ടായിരിക്കും കിട്ടുക എന്ന് നോക്കുക. ഐഡിയ ക്ലിയർ ആയല്ലോ? ഡിലീറ്റഡ് ആയി പോയ ചോദ്യങ്ങൾക്ക് മാത്രമാണ് ഇങ്ങനെ, അല്ലാതെ ഡിലീറ്റ് ആയി പോയ ചോദ്യത്തിന് എല്ലാവർക്കും മാർക്ക് കിട്ടുകയല്ല. ഇനിയും ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ദിവസങ്ങളിൽ തന്നെ ഫൈനൽ റിസൾട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിനായിട്ട് കാത്തിരിക്കുക. നമ്മുടെ ചാനലിൽ കൃത്യമായിട്ട് അപ്ഡേറ്റ് വരും. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഇത്തവണ തന്നെ ക്വാളിഫൈ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.